പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കത് പോർക്കും കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പോർക്കും കപ്പയും. അപ്പോൾ ഇത് ഞാൻ കഴുകിയില്ല, ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ പോകാൻ വെക്കണം. എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കണം, ഉരുളിയിലിട്ട് വരട്ടണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോർക്ക് കഴുകി വാരി വെള്ളം പോകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തൊട്ടിയിൽ. അപ്പോൾ അത് നമുക്ക് ഒരു ഉരുളിയിലിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി അത്ര ഇട്ട് അതും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന്, വേപ്പില എല്ലാം കൂടെ നമുക്കിത് ശരിക്കും ഒന്ന് തിരുമ്മി ഈ പോർക്ക് പന്നി നമുക്കിതിലേക്ക് പിടിപ്പിക്കാം കേട്ടോ. പന്നിയിറച്ചി എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ മുതൽ 4-5 വിസിൽ വരെ കുക്കറിൽ വെച്ച് ഇത് വേവിക്കണം. വേവിച്ചിട്ട് ഉരുളിയിലിട്ട് തന്നെ വെള്ളം വറ്റിച്ച് വരട്ടണം കേട്ടോ. അപ്പോൾ നമുക്കിതിന് കുക്കറിലടപ്പ് എല്ലാം മിക്സ് ചെയ്ത് ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 3 വിസിൽ കേൾക്കുന്നവരെ, 3 മുതൽ 5 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് അടപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ അവനവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇനി നമുക്ക് കപ്പയുടെ പണി നോക്കാം. അപ്പോൾ അതെ 5 വിസിലായിട്ടോ. ഞാൻ കുക്കർ ഓഫ് ചെയ്യട്ടെ. 5 വിസിലായി കേട്ട് ഇനി അവൻ്റെ എയർ പോട്ടെ. കപ്പ ഞാൻ കഴുകി നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് ആ പാത്രത്തിലിട്ട് വേവിച്ച് പോർക്കും കപ്പയും വയ്ക്കാം. അപ്പോൾ ഞാൻ അരിയട്ടെ കേട്ടോ. കപ്പ നുറുക്കിയത് നമുക്ക് കഴുകി അടപ്പത്ത് വയ്ക്കാം. ആ പാത്രത്തിലേക്ക് കഴുകി നമുക്ക് നമ്മുടെ പോർക്ക് എന്തായിരുന്നു നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ. ഉണ്ടോ, പോർക്ക് വെന്തിട്ടുണ്ട്. നമ്മുടെ കപ്പ വെന്തു. നമുക്ക് കോരി എടുക്കാം കേട്ടോ. വെള്ളം ഊറ്റിക്കളയണം, അല്ലെങ്കിൽ ഇതിനൊരു കട്ടുണ്ട്. കപ്പ കോരിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടെ ഇരിച്ച് നോക്കിക്കോ. ഇതിൻ്റെ കൂടെ വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല കുറച്ച്, അല്പം കുരുമുളക് പൊടിയും കൂടെ. പൊടിയല്ല കേട്ടോ, എന്നാലും ഞാൻ കൃഷി ചെയ്ത് പൊടിച്ച് വെച്ചത്. മൂത്തു നമുക്ക് നമ്മുടെ പോർക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഈർപ്പം കുറച്ചിട്ട് കേട്ടോ. ഞങ്ങൾക്ക് 4 മണിക്ക് ഇന്ന് പോർക്കും കപ്പയാട്ടോ. നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചോ?
അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ റെഡിയായി. നമുക്ക് കപ്പ കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പോർക്ക് സൂപ്പറായിട്ട് പോർക്ക് ഞാൻ കുക്കറിൽ വേവിച്ച് മിക്സിയിൽ ഉള്ളി മുളകൊക്കെ അടിച്ചെടുത്ത് വരട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പോർക്ക് ഞാൻ മാറ്റിയെടുത്തേക്കണതിലേക്ക് ഇതിനകത്തേക്ക് ഈ ഉരുളിയിലേക്ക് കപ്പ ഇടുക കേട്ടോ. എന്നിട്ട് നമുക്ക് കടുക് അതിൽ താളിച്ചൊഴിക്കാം. ഇവിടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇടിച്ച് വെച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളി, വേപ്പില നാളെ ഊരിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾ നമ്മുടെ കപ്പ ഉലത്തിയെടുക്കാൻ പറ്റും. കപ്പയും പോർക്കും എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് വെക്കണം കേട്ടോ. അടിപൊളിയാന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അടിപൊളിയാന്ന് ഗുണം അതുപോലെ തന്നെ കാണും. ഇനി ഞാനൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി കഴിക്കട്ടെ. കപ്പതി പോർക്കും കപ്പയും കട്ടൻ ചായയും ഇവിടെ റെഡി ആയിട്ടോ. നമുക്ക് കഴിക്കാം. എൻ്റെ കപ്പയും പോർക്കും ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അസാധ്യ ടേസ്റ്റാണ്. ഇതിപ്പോൾ 4 പേർക്ക് കഴിക്കാം. ഈ പറഞ്ഞ അളവിൽ ഞാൻ ഉണ്ടാക്കിയത് 4 പേർക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.